ഉണ്ണിക്കുട്ടിയോട് വാങ്ങിട്ട് ഇറങ്ങി വരാൻ പറ. അവനോട് വാങ്ങിട്ട് വരാൻ പറയടാ. ഉണ്ണിമാവിനെ വിളിക്കാനാ നമ്മളിപ്പോ പോ. അങ്ങനെ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ എവിടെ പോവാനാ നിക്കുന്ന? എവിടെ പോകുന്ന? വെള്ളത്തില് ഞങ്ങളിപ്പോ വെള്ളത്തിൽ പോവാന്ന് പറഞ്ഞോണ്ടേ, വള്ളത്തിൽ പോവാന്ന് പറഞ്ഞു നിക്കുന്നു. അപ്പൊ എവിടെ പോവാ? അവൻ എന്താന്ന് അറിയത്തില്ല. വെള്ളത്തിന് അവൻ പറയുന്നത് നമ്മള് വെള്ളം കുടിക്കാന്ന് പറയില്ല, അല്ലെ കുടിക്കുന്നതിന്റെ ആന്ന് തോന്നുന്നു കൂ. ആദ്യത്തെ അക്ഷരം കൂ, അതിന്റെ അക്കുവാ. അമ്പട് വീഴുമ്പോ എന്തോ പറയുന്നേ? ഞങ്ങള് ആദ്യത്തെ അക്ഷരം പറഞ്ഞത്. അവള് വീഴുന്നതിന് പറയുന്നത് ബി. നീ വരുന്നില്ല വെള്ളത്തില്? ഞങ്ങള് ബീണു എന്നുള്ളതിന് പറയുന്നതാണ് ബീ. എങ്ങനെ പറയുന്നത്? ബീണു എന്ന് പറഞ്ഞ കൊക്ക എങ്ങനെയാ പോകുന്ന? നമ്മുടെ ഉമ്മൻചാണ്ടി എങ്ങനെ കാണിക്കുന്ന? ആന എങ്ങനെ കരയുന്ന? ആയിട്ടായിട്ടില്ല, ഒന്നുകൂടെ പറയണേ. കുഞ്ഞിപ്പൂച്ച എങ്ങനെ കരയുന്നേ? ാണോ? ടോബി എങ്ങനെ കുരയ്ക്കുന്ന? ടോബീനെ എങ്ങനെയാ വിളിക്കുന്നേ? ബേബി. ആട്ടുമ്പ എങ്ങനെ കരയുന്നേ? നമ്മുടെ കാക്ക എങ്ങനെ കരയുന്നേ? കോഴി എങ്ങനെയാ പോകുന്നേ? കൊക്കോ നമ്മുടെ ഉപ്പനെ ആരാ തല്ലിയത്? നമ്മുടെ ഉമ്മൻചാണ്ടി എങ്ങനെ കാണിക്കുന്നത്? അപ്പൊ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വിശേഷം എന്നൊക്കെ. അപ്പൊ വെള്ളത്തില് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, ഇന്നലത്തെ പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിന് നമുക്ക് എന്തായാലും ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടിട്ട് വരാം അല്ലെ ഗൈസ്. അപ്പൊ ഞാൻ കാണിച്ചോട്ടെ. അപ്പൊ നമുക്കൊക്കെ ഓരോ ക്ലൈമറ്റ് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്കിന്നിലൊക്കെ ഇങ്ങനെ പൊരുന്നതിനെ പോലെ കാണുകയും അതല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളർ വരികയൊക്കെ ചെയ്യും അല്ലെ. എനിക്ക് അങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ക്ലൈമറ്റിനനുസരിച്ച് എന്റെ സ്കിന്നിന്റെ ആ ഒരു ഇത് മാറാറുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ അതിന് ഒരു വൈറ്റ് കുത്തു വരിക, അതല്ലെങ്കിൽ ചോറിന് കഴിയുമ്പോഴത്തേനും വൈറ്റ് കളർ വരിക, അതല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരുന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി ചുളിഞ്ഞു വരുന്ന പോലെയൊക്കെ ഒരു ഇതിലൊക്കെ എന്റെ സ്കിന്നൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലോഷൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് 1-2 ദിവസമൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യും. 3ാമത്തെ ദിവസം വരുമ്പോൾ എനിക്ക് വീണ്ടും മടി വരും. അപ്പോൾ എനിക്ക് വയ്യ എന്നുള്ളൊരു മടി വരും. അപ്പൊ അങ്ങനെ മടി വരുന്നവർക്ക്, അല്ലെങ്കിൽ എനിക്ക് വരുമാറുണ്ട്, അങ്ങനെ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ മാമാർത്തിന്റെ വിറ്റാമിൻ സി മോയ്സ്ചറൈസർ ലോഷൻ സോപ്പും അതുപോലെ തന്നെ ഉപ്റ്റാൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പും ആണ് കേട്ടോ. ഇതെന്റെ സെക്കൻഡ് ആണ്, ഞാൻ വാങ്ങിയിട്ടുള്ള സെക്കൻഡ് പാക്കറ്റ്സ് ആണ് കേട്ടോ. കാരണം ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ മന്ത്രം 2 ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വാങ്ങിയിട്ടുള്ള 2ാമത്തെ കിറ്റാണ് കേട്ടോ ഇത്. അപ്പൊ ആദ്യത്തെ ഇത് വന്നിട്ട് തന്നെ വൈറ്റമിൻ സി മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ്. ഞാൻ എടുത്തു വരാൻ ലോഷൻ സോപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു ലോഷൻ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ സ്കിന്ന് ഭയങ്കര നറിഷിംഗ് ആയിട്ട് വെക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ക്ലൻസിങ് ചെയ്ത് നല്ല അടിപൊളി സ്കിൻ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. വൈറ്റമിൻ സിന്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ബോഡിക്കാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് വേണ്ട ഉപ്റ്റാൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ് കേട്ടോ. ഇത് ഉപ്റ്റാൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ്, അതിലും ലോഷൻ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു ലോഷൻ സോപ്പ് ആകുമ്പോൾ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നവരായിരിക്കും. അപ്പൊ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ജേണിയിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ലോഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യം അവിടെ വരുന്നില്ല. ഇതിപ്പോ നമ്മുടെ ബോഡിക്കാണെങ്കിലും ഫേസിനാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ. ഇതിലിപ്പോ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ വൈറ്റമിൻ സിയിലെ വിത്ത് വൈറ്റമിൻ സി ആൻഡ് ഹണിയാണ് വന്നിട്ടുള്ളത്. ഹണിയും വൈറ്റമിൻ സി ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ
നമ്മുടെ ഉട്ടാനില് ടർമറിക്കും അതുപോലെ സാൻഡൽവുഡും ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ 4 എടുത്ത് പറയാൻ 4 ഇൻഗ്രീഡിയന്റ് നമ്മുടെ ബോഡിക്കാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല അടിപൊളി ഒരു റിസൾട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതുപോലെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, നോൺ ഡ്രൈയിങ് ആണ്. അതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കത്തില്ല, നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ആക്കിയിട്ട് വെക്കാനും നല്ല ഗ്ലോ തരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇതിലും അങ്ങനെ തന്നെയാണ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, നോൺ ഡ്രൈയിങ് ആണ് കേട്ടോ. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ എന്റെ സ്കിന്നില് എത്രത്തോളം ഒരു മോയ്സ്ചറൈസിങ് ഇത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എന്റെ സ്കിന്ന് ഡ്രൈ ആണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇത് വന്നിട്ട് സ്കിൻ ഡിറ്റക്ടർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇത് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് സ്കിന്നിൽ വെച്ച് കൊടുക്കണം. ഓക്കെ, എന്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് തന്നെ അത് മോയ്സ്ചറൈസിംഗ് ലെവൽ 12ഉം അതുപോലെ തന്നെ ഓയിൽ ലെവൽ 18ഉം ആണ് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഇത് എന്റെ ഓവർ ഡ്രൈ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമ്മുടെ സ്കിന്നില് നമ്മൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം, നമുക്ക് സോപ്പ് യൂസ് ചെയ്തതിന് ശേഷം എന്റെ ഫേസിൽ ആ ഒരു ഓയിലും മോയ്സ്ചറൈസറും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് വന്നിട്ട് ഇതിന്റെ പാക്കിൽ വന്നിട്ട് 4 എണ്ണാണ് വന്നിട്ടുള്ളത്. ചോക്ക ഇങ്ങനെ 4 പീസാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലും വന്നിട്ടുള്ളത് 4 പീസസ് ആണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് വൈറ്റമിൻ സി തന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സോപ്പ് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോപ്പ് ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കുന്നു കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിലുള്ള ഒരു ടാനും കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആക്കിയിട്ട് വെക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ആക്കിയിട്ട് വെക്കാനും നമ്മുടെ നമ്മുടെ നിറവും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യും. ടാൻ അടിക്കാതെ നമ്മുടെ സ്കിന്നൊന്ന് ഇതാക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കിങ്ങനെ തൊടുമ്പത്തിനില്ലേ, ഇവിടെ തൊടുമ്പോഴത്തേനുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാര്യം സ്കിന്ന് ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മാറ്റമുണ്ട്, നമ്മുടെ ടാനൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മോയ്സ്ചറൈസിംഗ് ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മോയ്സ്ചറൈസിംഗ് ലെവൽ വന്നിട്ടുള്ള 47ഉം ഓയിൽ ലെവൽ ഉണ്ട് 32 ആണ് കേട്ടോ. നേരത്തെ 10 സംതിങ് അത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഗൈസ്, മാമാർത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അത് അവരുടെ പ്രൊഡക്റ്റിൽ കുറച്ചും കൂടെ കൂടുതൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവർ കൂടുതൽ റിസർച്ചിലൂടെ ഇന്നോവേഷനിലൂടെ ഒക്കെയാണ് കേട്ടോ അവരുടെ പ്രൊഡക്റ്റ് അപ്ഗ്രേഡിങ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓനിയൻ ഷാമ്പൂല് ഇംപ്രൂവ്മെന്റ് വരുത്തിയത്. അതുകൂടാതെ തന്നെ അവർ ഒരുപാട് റിസർച്ചിലൂടെ ഇന്നോവേഷനിലൂടെ ഒക്കെയാണ് അവരുടെ പ്രൊഡക്ട്സ് അപ്ഗ്രേഡിങ് ചെയ്യുന്നത്. മാമാർത്തിന്റെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പൊ അതുപോലെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കയിലൊക്കെ അവരുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അടുത്തുള്ള സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആണ്. അടുത്തുള്ള സ്റ്റോറുകളിലൊക്കെ മാമാർത്തിന്റെ പ്രോഡക്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് വഴി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫർ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ. ഞാനെന്ന് പറയുമ്പോ ഒന്ന് പേടിപ്പിച്ച അച്ഛനെ ഒന്ന് പേടിപ്പിച്ച അമ്പുടു എങ്ങനെ അച്ഛനെ പേടിപ്പിക്കുന്ന പേടിപ്പിച്ചേ, അത് വെച്ചിട്ട് പേടിപ്പിക്ക്. അയ്യോ, ആരാ പേടിപ്പിക്ക് അച്ഛ ഓടി വേം പേടിപ്പിക്ക്. വാ ഇവിടെ പറ. അയ്യോ വീട് അയ്യോ കിടുവിന്റെ ഡ്രസ്സ് മുഴുവനും അലക്കിയിട്ട് ഒന്നും ഉണങ്ങിയിട്ടില്ല. അവന് ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ അവൻ ആ ഡ്രസ്സ് ഇടത്തില്ല. അവസാനം ഞാൻ ഇപ്പുറത്ത് പോയിട്ട് അവന് 3-4 ജോഡി വീണ് കഴിച്ചു. 3-4 ജോഡി പണിക്കശ്ശേരി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ഉണങ്ങിയില്ല. അപ്പൊ അവസാനം അമ്പുടുവിന്റെ ഡങ്കിരി ഇട്ടേക്കാണ്. അപ്പൊ ഗൈസ് ജാദു പോകുന്നുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഇനി നടന്നു പോകാൻ പറ്റില്ല എന്ന് തീരുമാനമായപ്പോ തന്നെ നമ്മൾ തോണിയല്ലേ എടുക്കുന്ന. യെസ്, തോണി എടുക്കാൻ പോവാണ്. എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ പോകുന്ന വീഡിയോ എടുക്കുന്നു, എന്നിട്ട് ഒന്നും മിണ്ടാണ്ട് അങ്ങ് പോവാ. ഇതന്നെ പോകുന്നു. ഓക്കെ ബൈ. തോണി എടുക്കാൻ പോകുന്ന പോക്കാ. ഡാമ്പുടേ മമ്മ തിന്നോ. നേരത്തെ ഒക്കെ വെള്ളം എന്തായിരുന്നു അരിക്ക ഇതിട്ടല്ലേ വന്നത്, ഇപ്പൊ എന്റെ അടുത്തത്. ഓക്കെ ബൈ. എന്തേടോ ആദ്യം പറ, കേട്ടില്ല. ആദ്യം പറ ഹലോ ഗൈസ് തൊട്ടിട്ട് പറ. ആ
ആ പണിയുണ്ട്. വെയിറ്റ് പറ പറ എന്ത് ഇതിപ്പോ എന്ത് സംഭവിച്ചത്? അത് എങ്ങനെ നനഞ്ഞത്? എന്നാ ഞാൻ പോയേക്കാം. എന്നാ പറ. ഇത് അടുത്തത് വരുന്നു. വേഗം പറ. എന്ത് ചെത്തി തിന്നോ? എന്ത് തട്ടി തിന്നു പറയണു? ഓ കത്തി തിന്നൂന്നോ? മാജിക് ആയിട്ടാണോ? ഇവിടെ അടുത്ത ആള് വരുന്നുണ്ട്. കിടു നീ എങ്ങനെ വീണേ പറ. ആരൊക്കെ വീണത്? എടാ നീ ആരൊക്കെ വെള്ളത്തിൽ വീണേ? കാവ്യ നീയാണോ വീണത്? നീയും അപ്പയല്ലേ വീണത്? ഇത് കണ്ട, ഇവനും അപ്പയും കൂടെ പുറത്തോട്ട് വരുമായിരുന്നു. അക്കയും അവനും കൂടെ മറിഞ്ഞു വീണു വെള്ളത്തില്. അപ്പൊ ഗൈസ് നമ്മുടെ വിഷ്ണുവേട്ടനാണെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. കാര്യം രാവിലെ അച്ഛന് പോകാനാണെന്നുണ്ടെങ്കിലും തിരിച്ചിങ്ങോട്ട് വരാനാണെങ്കിലും പട്ടി കുറച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പുറത്തോട്ട് ഇറങ്ങാനാണെങ്കിലും ഒന്നും പറ്റുന്നില്ല. കാര്യം നടന്നു പോക്കും പോസിബിൾ ആവുന്നില്ല. രാത്രിയൊക്കെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം വിഷ്ണുവേട്ടൻ നമ്മളവിടുന്ന് റെന്റിന് എടുക്കുന്നുണ്ട്, ഒരു വെള്ളം എടുക്കുന്നുണ്ട്. ദിവസക്കൂലിയാണ് 200 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ദിവസേന. അപ്പോൾ ഒരാഴ്ചത്തേക്ക് എന്തായാലും ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഏട്ടനെ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് പോയി കണ്ടാലോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കാര്യം ഞങ്ങൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്ന വർഷം ഉണ്ടായിരുന്നു കേട്ടോ, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. താട്ടൊക്കെ വന്ന സമയത്ത് ചങ്ങാടൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കെന്നാ അതൊന്ന് കണ്ടാലോ ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി കാഴ്ച കാണാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്ന വേറെ ഒന്നുമല്ല, നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തോണി എടുത്ത് വരുന്നുണ്ട്. തോണിക്കാരി ചന്ദ്രാച്ചനും അനന്തും വിഷ്ണുവേട്ടനും. അബി ഉണ്ടമ്മ? അബി ഉണ്ടാ? അനന്തും വിഷ്ണുവേട്ടനും ചന്ദ്രാച്ചനും കൂടെ ആണ് തോണി എടുത്തോണ്ട് വരുന്നത്. അവര് തുഴഞ്ഞു വരുന്നുണ്ട്. എടാ മുറ്റത്തേക്ക് കയറ്റ, മുറ്റത്തേക്ക്. അപ്പൊ ഗൈസ് നമ്മുടെ വീട്ടിൽ തോണി വരുന്നു. ഇനി തൊട്ട് നമ്മൾ തോണിയിലാണ് യാത്ര. നമ്മുടെ ആ ഒരു സാഹചര്യം മാറുന്നതേ, നമ്മൾ കാറിൽ പോകുന്നു, ബൈക്കിൽ പോകുന്നു, മഴ വരുമ്പോ നമ്മൾ തോണി പോകുന്നു. ഇതേ വരുന്നു. റെന്റിന് എടുത്തോണ്ട് വരാണ് കേട്ടോ. ഒരു ദിവസം കൂലിയാണ് 200 രൂപ. വെള്ളമല്ല വള്ളം. ഓ എന്റെ പൊന്നു നീ താഴെ ഇടറി ചെരുപ്പ് പൊന്നു. വെള്ളം അത് ശരിയാണല്ലേ, തെന്നി വീഴിട്ടാ ഇല്ലായതുകൊണ്ടേ. അതിന് ഡ്രസ്സ് നനയ്ക്കണ്ട, അതിന് ഇടാൻ വേറെ ഡ്രസ്സില്ല. എല്ലാം നനഞ്ഞ് ഉണങ്ങാതെ കിടക്കുക. അവസാനം നമ്മുടെ കുഞ്ഞുവിന്റെ ഒരു ഡ്രസ്സ് ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ, ഷർട്ട്, ടീഷർട്ട്. അത് തുടച്ച് അത് ഇടിപ്പിച്ചേക്കുവാ ഞാൻ. കണ്ടോ ഈ സെയിം കുഞ്ഞുവിന്റെ സെയിം ഷർട്ട് അമ്പടൂനുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ അനന്തു? ചന്ദ്രാച്ചോ 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 ചന്ദ്രാച്ചൻ എന്നെ വിളി കേൾക്കുന്നില്ല ഗൈസ്. ഞാൻ ചമ്മി നാറി. ചന്ദ്രാച്ചാ ആ ഇതിങ്ങനെ മുറ്റത്ത് കിടക്കണം. ഒരാഡംബരോ കിടക്കട്ടെ അവിടെ. കെട്ടിയിടറ ആനന്ദു അവിടെ. ദേ അമ്പടു ചോണിയിൽ പോവാണോ? ബായ്. ടൈ വാങ്ങാനോ? തോണിയിലാണോ ടൈ വാങ്ങാൻ പോകുന്ന? ബൈ ബൈ കിടു. കിടു ബൈ. കിടു എടാ കിടു ബൈ. എവിടെ ബൈ? ഞാൻ പറയാ ചന്ദ്രനാകുമ്പോ അറിയാൻ പറ്റും. ചന്ദ്രനോട് ചോദിച്ചു വള്ളം എന്നോട് കൊണ്ടുപോവാ. ഞാൻ അമ്പട് ഇതേ നോക്കാം. അമ്പട് നോക്കിക്കേ. ഓ അത് തരാം. അമ്പടും ഇങ്ങോട്ട് നോക്ക് വെള്ളത്തിൽ. ഇതേ നോക്കി വീഡിയോ നോക്കി. നോക്കി ബൈ.
അതെടുക്കാൻ പറയാ ചിച്ചി ഉണ്ട് അല്ല എവിടേക്കാ നമ്മള് പോന്ന അയ്യേ എന്തൊരു നാണക്കേടാത് ഞാൻ കൊറിയർ വാങ്ങാൻ പോവാണ് ഗൈസ് എന്റെ കൊറിയർ വന്നിരിപ്പുണ്ട് ജബ്ബാർ ഖാന്റെ വീട്ടില് ഹലോ ഗൈസ് പറ എനിക്ക് പണിയുണ്ട് ഞാൻ പണിയുണ്ടെന്ന് എനിക്കൊന്നല്ല ഞങ്ങള് ജബ്ബാർ ഖാന്റെ വീട്ടിൽ പോവാണ് കൊറിയർ ആ ഉണ്ണിക്കുട്ടിയോട് വാങ്ങിട്ട് ഇറങ്ങി വരാൻ പറ അവനോട് വാങ്ങിട്ട് വരാൻ പറയടാ ഉണ്ണിമാവിനെ വിളിക്കാനാ നമ്മളിപ്പോ പോ അങ്ങനെ അയ്യോ ഇപ്പൊ എല്ലാം കൂടെ മറിഞ്ഞ് വെള്ളത്തിൽ പോയതിന് നനയാതിരിക്കാനാ ഇതിൽ കയറിയത് അപ്പൊ എല്ലാവരും കൂടെ മറിഞ്ഞു വീഴുന്നു അപ്പൊ കൈസ് അവിടെ സാധനം നിപ്പുണ്ട് സാധനം അവിടെ നിന്ന് കയറ്റണം അപ്പൊ എന്താ പറയാ ലീലാമ്മക്ക് ചെറിയൊരു പനിക്കോളുണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കണം ലീലാമ്മേനെ പിക്ക് ചെയ്ത് അയ്യോ സാധനം അവിടെയാ അതെ പിന്നെ എടുത്തോണ്ട് വരും പിന്നെ അങ്ങോട്ട് വരും സനയും കൂടെ ഉണ്ടെന്ന് സനേനെ എടുക്കാൻ പോകുന്നു അപ്പോൾ അവിടുന്ന് സനമോളയും കൂടെ എടുത്തിട്ട് നമ്മൾ പോയി കേട്ടോ. നമ്മൾ അറ്റത്ത് ആ ഒരു നീല കളർ കാണുന്നുണ്ടോ, അവിടെ ആ ഒരു ഷെഡ് കാണാം, ഒരു വീട് കാണുന്നുണ്ടോ, ഒരു ഇതൊക്കെ ഷീറ്റ് ഇട്ടത്, അവിടെയാണ് കൊറിയറൊക്കെ വന്നിരിക്കുന്നത്. അവിടെ പോയി കൊറിയർ എടുത്ത് ഉണ്ണിക്കുട്ടൻ ഫുഡ് മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ എടുത്തിട്ട് വേണം റിട്ടേൺ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിപ്പം, അതായത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് കൊറിയർ മേടിച്ച്, ഞങ്ങളുടെ കൊറിയർ വീട് ഇപ്പോൾ ശോഭന ചേച്ചിയുടെ വീടാണ്, ഇവിടെയാണ് കൊറിയർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കൊറിയറും കൂടെ ഉണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അത് എടുക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയർക്കാണ്. പിന്നെ ഒരു കൊറിയറിൻ്റെ അത് ജബ്ബാർ ഖാൻ്റെ വീട്ടിലായിരുന്നു, അതും മേടിച്ച് ലീലാമ്മേനെ അവിടേക്ക് ഇതാ റോഡിലേക്ക് ആക്കുകയും ചെയ്തു. ഇനി ഞങ്ങൾ റിട്ടേൺ പോവാണ് ഗൈസ്. ഞാനല്ല അനന്തുവാ ഗൈസ്. തുഴയാൻ അറിയുന്ന രണ്ടുപേര് തുഴഞ്ഞ അവസാനം ഞങ്ങൾ അവസാനം കാട്ടിൽ കയറി. അനന്തും വിഷ്ണുണ്ടും കൂടെ എല്ലാം കൂടെ തുഴഞ്ഞ് കാട്ടിലെത്തി. ഞങ്ങളിപ്പോ അണ്ണൻ തുഴഞ്ഞോളാന്നാ പറഞ്ഞത്. അമ്പാനെ നീ തുഴയണ്ട, ഇരിക്കി. എന്താ അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? എടാ മോനെ നീ മിണ്ടരുത്. ആ അമ്മാൻ എന്താ അമ്മാന്റെ കുട്ടിക്ക് എന്തോ മാമന്റെ മടിയിലിരുന്ന കുട്ടി. നിങ്ങൾക്കൊന്നും തുഴയാൻ അറിയത്തില്ല, ഞാൻ തുഴഞ്ഞോളാന്നും പറഞ്ഞ് ഞാനത് വാങ്ങിച്ച് ഞാൻ തുഴഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ തുഴഞ്ഞ് പോകുന്നു, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങ് അറ്റത്ത് എത്തുമ്പോൾ അത് ചരിഞ്ഞു പോകുന്നുണ്ട്. കാര്യം എനിക്ക് ഒരു സൈഡിൽ തുഴയാൻ പറ്റുള്ളൂ, അപ്പുറത്തെ സൈഡ് തുഴയാൻ പറ്റത്തില്ല. ആ അറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സൈഡ് തുഴഞ്ഞാലാണ് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ഇപ്പോഴേ ഞാൻ വിഷ്ണുനോട് പറയേണ്ട സൈഡ് തുഴഞ്ഞു കൊടുക്കാൻ, പക്ഷേ എന്നിട്ടും അത് സൈഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കറക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രസമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ തുഴഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നേരെ ചെന്ന് കയറി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തെങ്ങിൻ്റെ ചുവട്ടിലോട്ട് കയറി കൊടുക്കുന്നുണ്ട്. പിന്നെ വിഷ്ണുവിനെ അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ പിടിച്ച് സൈഡിലോട്ട് തിരിച്ചു വിടും. അപ്പോൾ വിഷ്ണുവേട്ടൻ ഞാൻ അടിപൊളിയായിട്ട് ഞാൻ തുഴഞ്ഞു ചേർക്കും. വിഷ്ണുവേട്ടൻ അതുകൊണ്ട് ആ തെങ്ങിൻ്റെ ഒട്ടിക്ക് പോയെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ മാത്രമല്ല അനന്തും കളിയാക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ തിരിച്ചു വരുന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പിടിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അയ്യോ അയ്യോ കിടോ 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 കിടു ശക്തി പ്രാപിച്ചിരിക്കുന്നുണ്ടോ? കേട്ടോ ആണോ ശക്തിമാൻ കേട്ടോ. കിടു ഓഫ് ചെയ്തു. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പുറത്തുനിന്ന് ഫുഡ് മേടിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം വീട്ടിൽ സാധനങ്ങളൊക്കെ ഒന്നും പുറത്തുനിന്ന് മേടിക്കാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ണിക്കുട്ടൻ അവിടുന്ന് വരുന്ന വഴിക്ക് സ്റ്റുഡിയോന്ന് വരുന്ന വഴിക്ക് അങ്ങനെ വാങ്ങിയിട്ട് വന്നതായിരുന്നു. കാരണം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പുറത്തുനിന്ന് ഫുഡ് ചോറ് മേടിച്ചേക്കുമായിരുന്നു, മീൻ വറുത്തതും മേടിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് തന്നെ. അപ്പോൾ അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ്. അപ്പോൾ അതാ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. എല്ലാവരും പുറത്തുനിന്ന്